ഹായ് ഓൾ, ഡോപ്പ ക്യാപ്സ്യൂൾ ക്രാഷ് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഈ ഒരു കോഴ്സിൻ്റെ പാർട്ടായിട്ട് വരുന്ന മെറ്റീരിയലിൻ്റെ ഒരു ബണ്ടിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. സോ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ ക്യാപ്സ്യൂളിനെ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +1 +2 കണ്ടൻറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളത്. സോ ഈ വർഷത്തെ ക്യാപ്സ്യൂൾ ക്രാഷിൽ വന്നിരിക്കുന്നത് 6 സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ +1 +2 സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് എലോങ് വിത്ത് ദാറ്റ് നമുക്ക് 3 സെറ്റ് ഓഫ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് OMR കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എക്സാം പ്രാക്ടീസ് ചെയ്യാനും എഴുതി നോക്കാനും വേണ്ടിയുള്ള എക്സാക്ട്ലി നീറ്റ് മോഡലിലുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള OMRഉം ഇതിൻ്റെ കൂടെ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ആരെല്ലാം എന്തെല്ലാം കാറ്റഗറിയിൽ ആളുകൾ ഈ കോഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളത്. നീറ്റ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നീറ്റ് ഓൾറെഡി അടിപൊളിയായിട്ട് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് എക്സാമൊക്കെ എഴുതി പോകുന്ന ആളുകൾ പുതിയൊരു കണ്ടൻറ്റ് അവിടെ യൂസ് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡോപ്പ ക്രാഷ് റിലീസ് ചെയ്യുന്ന സമയത്ത് 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ലൈവിലെ വീഡിയോ ഒന്ന് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കാറ്റഗറി 1 സ്റ്റുഡൻസിന് ഒരിക്കലും നിങ്ങൾ ക്രാഷിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഡോപ്പ ക്യാപ്സ്യൂൾ ക്രാഷിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പോയോണ്ടിരിക്കുന്ന കണ്ടൻറ്റ് തന്നെ പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുക, അത് തന്നെ നന്നായി റിവൈസ് ചെയ്യുക, എക്സാം എഴുതുക എന്നുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാണ്. ആൻഡ് കാറ്റഗറി 2 സ്റ്റുഡൻസ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പഠനത്തിൽ എന്തെങ്കിലും സ്റ്റെക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഏരിയ റിവൈസ് ചെയ്യാണ്ട് ആൻഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഏതെങ്കിലും ഏരിയ കൂടുതൽ ഡിഫിക്കൽട്ടാണ്, അങ്ങനെയുള്ള സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഫിസിക്സിൻ്റെ +1 ഈ ഒരു ബുക്കിൻ്റെ സൈസ് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ കുറഞ്ഞ പേജസാണ്. പേജ് നമ്പേഴ്സ് ഞാൻ ഇതിൽ നോക്കുകയാണെങ്കിൽ 59 പേജ് കൊണ്ട്, അതായത് പേജിൻ്റെ 2 സൈഡാണ് 59 എന്ന് പറയാം, 28 അല്ലെങ്കിൽ 29 പേജ് കൊണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് +1 ഫിസിക്സ് കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏകദേശം ഓരോ ചാപ്റ്റർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കൂടെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിലിപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്നുള്ളത് 1.5 പേജ് കൊണ്ട് തീരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് പിന്നെ 2 പേജ് കൊണ്ട് തീരുന്ന രൂപത്തിലേക്കാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കണ്ടൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ മാക്സിമം എളുപ്പത്തിൽ ഡിസെക്റ്റ് ചെയ്ത് കയ്യിൽ തന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ പറയുന്നതിനാൽ അവറേജ് മുതൽ എബോവ് അവറേജ് വരെ മാക്സിമം ഡിഫിക്കൽട്ടായിട്ടുള്ള പല ക്വസ്റ്റ്യൻസും അതിൽ ആഡ് ചെയ്തിട്ടില്ല. ബട്ട് ബേസിക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടൻറ്റാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുക, അതേപോലെ തന്നെ ചില ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ല, കുറച്ച് പെൻഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി, അതായത് കാറ്റഗറി 2 സ്റ്റുഡൻസിന് പെട്ടെന്ന് പിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ക്യാപ്സ്യൂൾ മെറ്റീരിയൽ നന്നായി യൂസ്ഫുൾ ആവും. അതേപോലെ കാറ്റഗറി 3 സ്റ്റുഡൻസ് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ ബോർഡ് എക്സാമിലാവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നീറ്റ് എന്നുള്ള ഒരു ആഗ്രഹമാണെങ്കിലും ബോർഡ് എക്സാമിൽ ഫുൾ ഇൻവോൾവ് ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് കൂടുതൽ സമയം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനോ നീറ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആളുകൾ മസ്റ്റാണ് നിങ്ങളുടെ മൈൻഡിൽ നീറ്റ് എന്ന സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞിട്ടല്ല നോക്കേണ്ടത്. അതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് റിപ്പീറ്റിലേക്കോ സൂപ്പർ റിപ്പീറ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് വെരി ഹൈ ആണ്. സോ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പായിട്ടോ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാം. ഇതിൽ വരുന്ന കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും കണ്ടൻറ്റ് ഞാൻ കാണിക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടൻറ്റൊക്കെ ഒറ്റ പേജിൽ കൊണ്ട് എല്ലാ റിയാക്ഷൻസും കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ വളരെ കൺസൈസ് ആയിട്ട് നീറ്റ് ഓറിയൻറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ബോർഡ് എക്സാം പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. മാത്രമല്ല കെമിസ്ട്രിയിലെ ചില ചാപ്റ്ററിൻ്റെ കൺക്ലൂഷൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിലോ അത്യാവശ്യം തിയറി പാർട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിൽ D&F ബ്ലോക്കിലൊക്കെ നിങ്ങൾക്കറിയാം കുറച്ച് തിയറി വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3.5 പേജോളം അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസർ കീയും എക്സ്പ്ലനേഷൻ അടക്കം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ രൂപത്തിൽ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇംപ്ലിമെൻറ്റ്, ഈവൻ ബയോളജി NCERT മാത്രം പഠിച്ചു പോകുന്ന ആളുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ പോയിന്റുകളാണ് എൻട്രൻസിൽ ചോദിക്കുന്നത് വിത്ത് ഡയഗ്രാം ഇതിൽ റെപ്രസെൻറ്റേഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ വേണ്ട കാര്യങ്ങൾ അതിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നീറ്റിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പെർഫെക്റ്റ് ടൂളാണ് ഡോപ്പ ക്യാപ്സ്യൂൾ എന്നുള്ളത്. സോ ക്യാപ്സ്യൂൾ ക്രാഷ് കോഴ്സ് ഉപയോഗിക്കേണ്ട രൂപം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഈവൻ ദോ അതൊരു ബെസ്റ്റ് ടൂളാണ്, 80% ഓഫ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഇയറിൽ അതിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾ, ഫോർ എക്സാമ്പിൾ ഡോപ്പയുടെ റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു ക്യാപ്സ്യൂൾ എന്നുള്ള മെറ്റീരിയൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. കാരണം അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് തന്നെ പോയിട്ടുണ്ട്. മാത്രമല്ല അവർ ആ ഒരു കോഴ്സിൻ്റെ
ഓരോ നോട്ട്സും റിവൈസ് ചെയ്യുകയും അതിൻ്റെ എക്സാംസ് ഇതിൻ്റെ കോൺസെൻട്രേഷനിലാണ്. ആ സമയത്ത് പുതിയൊരു മെറ്റീരിയലോ കോഴ്സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അവർക്ക് പഠനത്തിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ബട്ട് നമ്മൾ പഠനം ക്യാച്ചപ്പ് ചെയ്തില്ല, ഇനി നന്നായി പഠനം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആൾസോ +2 പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഓരോ ചാപ്റ്ററിൻ്റെയും ബെസ്റ്റ് പോർഷൻസും ലാസ്റ്റ് ഇയറിലെ PYQs പഠിക്കാനും അതേപോലെ തന്നെ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസും ഈവൻ ലാസ്റ്റ് ഇയറിലെ 80% ക്വസ്റ്റ്യൻസും ഈ കുറഞ്ഞ ബുക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈവൻ ദോ വളരെ കുഞ്ഞായിട്ടാണ് പല പോയിന്റുകൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കുന്ന എല്ലാ കണ്ടൻറ്റുകളും ഇത്ര വരുന്ന ഈ ഒരു ബുക്കിലേക്ക് 80% ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു കോപ്പി അവൈലബിൾ ആണെങ്കിൽ ഇതിൽ ഫുൾ കോപ്പി അല്ല, ഇതിൻ്റെ ഓരോ സാമ്പിൾസ് 1 ചാപ്റ്ററിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. സോ യൂസ്ഫുൾ ആണോ നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഓരോ ബുക്കിൻ്റെ ഓരോ കോപ്പി, ഒരു ചാപ്റ്ററിൻ്റെ കോപ്പി PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. സോ ആഫ്റ്റർ ഗോയിങ് ത്രൂ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പഠനത്തിന് ആഡ് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.